Hi all, welcome to the next video of Bright to Success. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും? നാളത്തെ +2 അക്കൗണ്ടൻസി എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് പുതിയൊരു ചാനലായതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എല്ലാ പ്രോബ്ലംസും നാളെ എക്സാമിന് വരാൻ പോകുന്ന എല്ലാ പ്രോബ്ലംസും ഒന്ന് വേഗം പറഞ്ഞു. നിങ്ങളിപ്പോൾ ഓൾറെഡി പഠിച്ചവരാവട്ടെ, നിങ്ങൾക്ക് ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഓർമ്മ നിൽക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ചാപ്റ്റർ നമുക്കില്ല, സെക്കൻഡ് ചാപ്റ്റർ മുതലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സെക്കൻഡ് ചാപ്റ്ററിലെ തിയറി പാർട്ടിന് ഓൾറെഡി ഇതുപോലെ ടെക്സ്റ്റ് ബേസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചാനൽ ചെക്ക് ചെയ്താലോ, ഇപ്പോൾ ഇപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണല്ലോ, അപ്പോൾ ചാനൽ ചെക്ക് ചെയ്താൽ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? 2 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് ഞാൻ പറയാം, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം നമുക്ക് പ്രിപ്പയർ ചെയ്താൽ മതിയോ. ബട്ട് നമ്മൾ ഫിക്സഡ് ആണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫിക്സഡ് മെത്തേഡാണ് പ്രിപ്പയർ ചെയ്യാൻ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ അറിയാലോ, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്, ഡെബിറ്റ് സൈഡിൽ എന്താണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നതാണ് ബാലൻസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റിനെ തന്നേക്കും. എന്താണ് തന്നേക്കുന്നത്? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. കയ്യിൽ ക്യാഷ് ആണോ, ഓക്കെ, എമൗണ്ട് ആണോ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് തന്നിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആനന്ദ് കോൺട്രിബ്യൂട്ട് 60,000. ഓക്കെ, അപ്പോൾ ആ ആനന്ദിൻ്റെ കയ്യിൽ ക്യാപിറ്റൽ എത്രയാണ്? 60,000 എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആനന്ദിൻ്റെ ക്യാപിറ്റലാണ് നമ്മൾ ആദ്യം ഇവിടെ എഴുതിയത്. ഓക്കെ, അപ്പം ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ടത് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ, ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ എഴുതണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും? ഓക്കെ, അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതും. ഓക്കെ, അപ്പം നമ്മൾ ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഇടയ്ക്ക് ഒരു ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതും. പിന്നെ എഴുതുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് നമ്മുടെ ക്വസ്റ്റിനെ തന്നേക്കുമല്ലേ, ഇത്ര %, ഇപ്പോൾ 8% പെർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് റേറ്റ് 8% പെർ ആനം എന്ന് ക്വസ്റ്റിനെ തന്നേക്കും അല്ലേ. അപ്പം ആ ഒരു കാര്യം വേണം നമ്മളിവിടെ എങ്ങനെ ചെയ്തിട്ട് എഴുതാം. നമുക്ക് ഈ തന്നിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ 60,000 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 5% പെർ ആനത്തിലാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ആളുടെ കാര്യമാണ് പറഞ്ഞത് ആനന്ദ്. അപ്പോൾ ആനന്ദിൻ്റെ ക്യാഷ് നമ്മൾ 60,000 വരും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% പെർ ആനമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് എവിടെ ഉണ്ട്, നമുക്ക് ഇവിടെ കണ്ടോ, 5% പെർ ആനമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് റേറ്റ് 5% പെർ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് 60,000 ഇൻറ്റു 5/100 3000. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടി. ദെൻ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? സാലറി. പാർട്ട്നേഴ്സിൻ്റെ സാലറി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതണം. പിന്നെ കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതണം. പിന്നെ എന്താണ്? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇത്ര കാര്യങ്ങൾ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഒഴിച്ച് ബാക്കി എന്ത് വന്നാലും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രം ഡെബിറ്റ് സൈഡിൽ അപ്പോൾ ഫിക്സ് ചെയ്ത് വെക്കുക. പാർട്ട്നേഴ്സിൻ്റെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ക്രെഡിറ്റ് സൈഡിൽ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഒഴിച്ച് ബാക്കിയെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചു, എന്ത് പഠിച്ചു? ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ എഴുതാനായിട്ട് പഠിച്ചു. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരുന്നത്. ആനന്ദ് ആൻഡ് ബിജു കമൻസ്ഡ് ബിസിനസ് ആസ് എ പാർട്ട്ണർ ഇൻ 1st January 2030. ആനന്ദ് കോൺട്രിബ്യൂട്ട് 60,000 ആൻഡ് ബിജു കോൺട്രിബ്യൂട്ട് 40,000 ആസ് ദെയർ ഷെയർ ഓഫ് ക്യാപിറ്റൽ. ദ പാർട്ട്നേഴ്സ് ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 3:2. ബിജു വാസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് 12,000. ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവർ 2 പേരുടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുകൊണ്ടാണ് ഇവിടെ 2 പ്രിപ്പയർ ചെയ്യാം. ബിജു ആനന്ദിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്,
പറഞ്ഞിട്ടുണ്ട്, ബിജുവിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് വേണ്ട ഒരുമിച്ച് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ, നിങ്ങളുടെ സ്കൂൾസിലൊക്കെ എങ്ങനെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനായിരിക്കും പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ. ഇത് അപ്പോൾ എന്താണ് 2 എമൗണ്ട് കോളം കാണുമല്ലേ. ഒരു എമൗണ്ട് കോളത്തിൽ ഈ ഒരു സൈഡ് ഡെബിറ്റ് സൈഡിൽ തന്നെ 2 എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡിൽ 2 എമൗണ്ട് കോളം കാണും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്തുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രം, ക്രെഡിറ്റ് സൈഡിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ എഴുതും, ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ 2 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏതൊക്കെ അക്കൗണ്ടാണ്? ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ക്യാപിറ്റൽ ഉണ്ടല്ലോ, ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും മാത്രം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി ബാലൻസ് ചെയ്യാം. ഓക്കെ, അത് മാത്രമാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ക്യാപിറ്റലും പിന്നെ എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് എഴുതുക. അപ്പോൾ എന്നിട്ട് ബാലൻസ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്, ബാലൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ മാത്രമാണ് നമ്മളിവിടെ എഴുതേണ്ടത്, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ദെൻ കറണ്ട് അക്കൗണ്ട് നമ്മൾ എന്താണോ നമ്മൾ ഇവിടെ പഠിച്ചത്, ഓക്കെ, ഇവിടെ എന്താ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്താണോ പഠിച്ചത് അതാണ് ഇവിടുത്തെ കറണ്ട് അക്കൗണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രം ഇവിടെ, ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ എഴുതും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതും, സാലറി ടു പാർട്ട്ണർ എഴുതും, കമ്മീഷൻ എഴുതും, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ, ലോസ് ആണെങ്കിൽ ഇവിടെ. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെയും, ലോസ് ആണെങ്കിൽ ഇവിടെ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ, എന്നാലും ഒന്നും കൂടി പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ഡ്രോയിങ്സും പിന്നെ എന്താണ് നെറ്റ് പ്രോഫിറ്റും മാത്രമാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. പിന്നെ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്തും നെറ്റ് ലോസും പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ്. നിങ്ങൾ ഇതൊക്കെ ചോദിക്കും, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതി ആഡ് ചെയ്യാൻ മാത്രം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രം ഇന്നിപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞില്ല, 8% എൻറ്റൈറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ ഉള്ളത്, നിങ്ങളുടെ എല്ലാവർക്കും കാൽക്കുലേറ്റർ അലോഡാണ്. അപ്പോൾ കാൽക്കുലേറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ സാലറിയും എന്താണ് പാർട്ട്നേഴ്സ് കമ്മീഷൻ പിന്നെ റിസർവ്, അതൊക്കെ നമ്മൾ എഴുതുന്നത് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾ ഓർക്കുക പ്രോഫിറ്റ് ആണെങ്കിലും പിന്നെ അതുപോലെ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതുപോലെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ക്യാപിറ്റലും ഡ്രോയിങ്സും നമ്മൾ ഈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതത്തില്ല, ഇൻട്രസ്റ്റ് മാത്രമേ എഴുതത്തുള്ളൂ. ഓക്കെ, തെറ്റിപ്പോകരുത്, ഇൻട്രസ്റ്റ് മാത്രമാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ, അപ്പം നമുക്ക് സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അതിനെ അപ്ലോഡ് ചെയ്തിട്ടാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടവണേ കമൻറ്റ് ബോക്സിൽ കയറി ഇത് കാണാം. ഷുവറായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. പിന്നെ വരുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ പ്രോഡക്റ്റ് മെത്തേഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമിന് വരുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനായിട്ടുണ്ട്, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താണെന്ന് നോക്കി പോയാൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, അതും കൂടി കാണാം. പ്രോഡക്റ്റ് മെത്തേഡിൽ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും രാജേഷ് ഒരു എക്സാമ്പിളാണ് കേട്ടോ. രാജേഷ് ആൻഡ് രമേഷ് ആർ 2 പാർട്ട്നേഴ്സ് ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. രാജേഷ് വിഡ്രോ ദ ഫോളോയിങ്. ഓക്കെ, രാജേഷും രമേഷും എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സാണ്. രാജേഷ് ഓരോ മാസം ഇത്ര രൂപ വെച്ചാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. എന്താണ് 31 ജാനുവരിയിൽ 1000, 31 മാർച്ചിൽ 1500, 31 മെയ്യിൽ 100, 31 ജൂലൈയിൽ 200, 30 സെപ്റ്റംബറിൽ കാണാൻ പറ്റില്ലല്ലേ, 30 സെപ്റ്റംബറിൽ 1000, 30 നവംബറിൽ 600. ഒക്കെ ഇങ്ങനെയാണ് ആര് വിഡ്രോ ചെയ്തിരിക്കുന്നത്, രാജേഷ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് റേറ്റ് 6% പെർ ആനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ഇൻ്റർവെല്ലിലും ഓരോ എമൗണ്ട് അല്ലെങ്കിൽ ഓരോ എമൗണ്ട് വിഡ്രോ ചെയ്തതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിൽ ഓരോ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത നമ്മൾ എന്താണ് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ എഗ്രിമെൻറ്റിൽ പാർട്ട്ണർഷിപ്പ് ഡി പറഞ്ഞിട്ടൊന്നും ഉള്ളതുപോലെയൊന്നും അല്ലാണ്ട് എന്താണ് ഓരോ എഗ്രിമെൻറ്റിലും ഓരോ ഇയറിലും ഓരോ ഇൻ്റർവെല്ലും ഓരോ എന്താണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രോഡക്റ്റ് മെത്തേഡിലായിരിക്കും ചെയ്യുന്നത്. പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 4 കോളം വരയ്ക്കുക. ഓക്കെ, 4 കോളത്തിൽ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഇതേ ക്വസ്റ്റ്യനുള്ള അതേ ഡേറ്റ് ഇതുപോലെ ഇവിടെ എഴുതാം. ദെൻ സെക്കൻഡ് കോളത്തിൽ വന്നിട്ട് ഈ തന്നിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ, എമൗണ്ട് അതേപോലെ എഴുതാം. ദെൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഡിസംബർ 31 ക്ലോസിംഗ് ഡേറ്റ് അല്ലേ.
December 31 ക്ലോസിംഗ് ഡേറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, അത് മുതൽ എണ്ണണം. അല്ലേ, അപ്പോൾ നമ്മളിവിടെ വിഡ്രോ ചെയ്ത് January 31 ഓക്കെ. അപ്പോൾ January 31 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പീരീഡ് എണ്ണം, എത്ര എന്താണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. January 31, February, March, April, May, June, July, August, September, October, November, December അല്ലേ. December 31 ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ നമുക്ക് 11 മാസം. അതുപോലെ ഇവിടെ ചെയ്യാലോ 31 മാർച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് ഏപ്രിൽ മുതൽ. അപ്പോൾ 1 മാർച്ച് ആണെങ്കിൽ നമ്മൾ മാർച്ച് ഏപ്രിൽ നിന്ന് തുടങ്ങുമായിരുന്നു. 31 മാർച്ച് ആയതുകൊണ്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 9 മാസം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഒരു നമുക്ക് തന്നിട്ടുള്ള ഇയറും ഈ ഒരു ക്ലോസിംഗ് ഡേറ്റിലെ ഇയറും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഇവിടെ വരുന്ന പീരീഡ്. ഓക്കെ, നമ്മൾ കൈ കൊണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക, അപ്പോൾ കറക്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടുള്ള ഈ ഒരു 1000 15,000 തമ്മിൽ എൻട്രി ചെയ്യുക. ഓക്കെ, ഈ ഒരു 2 എമൗണ്ട്. ഓക്കെ, ഈ എമൗണ്ട് ഓഫ് ഡ്രോയിങ്സും പീരീഡും തമ്മിൽ ഇങ്ങനെ എൻട്രി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു എന്ത് കിട്ടും, പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതുപോലെ ഈ എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. സം ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പ്രോഡക്റ്റിൻ്റെ സമ്മ് ഇൻറ്റു 6% എന്താണ് ഇവിടെ തന്നിട്ടുള്ള റേറ്റ്. ഓക്കെ, റേറ്റ് ഓഫ് റിട്ടേൺ 6%, 6/100 ഇൻറ്റു എന്താണ് 1/12 ആണ് നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡ്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കുക. സം ഓഫ് പ്രോഡക്റ്റ് ഇത്, ദെൻ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റിനെ തന്നിട്ടുള്ളത് ബൈ 100. ഓക്കെ, റേറ്റ് ഓഫ് റിട്ടേൺ ബൈ 100 ദെൻ ഇൻറ്റു 1/2. ഓക്കെ, ഇതങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടതാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ എന്താ അറിയാമല്ലേ, നമുക്ക് ഇത് വാല്യൂസ് തന്നിട്ടുണ്ട്, 3 years പർച്ചേസ് തന്നിട്ടുണ്ട്. ദെൻ ഓരോ ഇയറിലും എത്രയാണ് ഗുഡ്വില്ല് നമ്മുടെ പ്രോഫിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ടോട്ടൽ പ്രോഫിറ്റ്, ഈ തന്നിട്ടുള്ള പ്രോഫിറ്റ് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് ഇയേഴ്സ്, ഇത് എത്രയാണ് 1 2 3 4 5 എത്ര ഇയറിലെ പ്രോഫിറ്റ് ആണോ അത് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഈ ആൻസറിനെ നമുക്ക് എത്ര ഇയേഴ്സ് പർച്ചേസ് ആണെന്നുള്ളത് എന്താണ് തന്നിക്ക ക്വസ്റ്റ്യനിൽ, അതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വില്ല് കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, നെക്സ്റ്റ് വരുന്നത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലാണ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ 5 years ആണ് 5 years ആണ് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇതുപോലെ എഴുതുക. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യുക, 2021 ഓരോ വർഷത്തെ ഏതാണെന്ന് ഒരു ബോക്സ് 4 കോളം വരച്ചിട്ട് എഴുതിയതിന് ശേഷം എന്നിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് കൊടുക്കുക. വെയിറ്റഡ് അല്ലേ, അപ്പം നിങ്ങൾ വെയിറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് ചുമ്മാ 1 2 3 4 എത്രയാണോ ഞാൻ എന്താണ് 1 2 3 4 തന്നെ കൊടുക്കണം. ചിലപ്പോൾ 6 7 വരെയൊക്കെ പോവാം. ഓക്കെ, ഇതിൽ 5 ഇയർ ഉള്ളതുകൊണ്ട് 5 വരെ. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ ഇൻറ്റു ചെയ്യുക. 12,000 ഇൻറ്റു 15,000, 15,000 ഇൻറ്റു 2 30,000. ഓക്കെ, ഇൻറ്റു ചെയ്തതിന് ശേഷം ഈ ഒരു എമൗണ്ട്, ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഈ പ്രോഡക്റ്റ് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വെയിറ്റ് എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഈ പ്രോഡക്റ്റും വെയിറ്റും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതേ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡാണ് നമ്മുടെ എന്താണ് ഗുഡ്വില്ല്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, തൊട്ട് മുമ്പത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി പറയാം. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ആവറേജ് പ്രോഫിറ്റ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ദെൻ നോർമൽ ഏർണിങ്സ് കണ്ടുപിടിക്കുക. നോർമൽ ഏർണിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ തന്നിരിക്കും. 4 ലക്ഷം ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, 5% ബൈ 100. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ദെൻ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ കിട്ടുന്ന നോർമൽ റേറ്റ് ഓഫ് ഈ ആവറേജ് പ്രോഫിറ്റും ഈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. അതേ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് എന്ത് കിട്ടും, അതേ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് എന്ത് കിട്ടും, എന്ത് കിട്ടും, സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പം സൂപ്പർ പ്രോഫിറ്റ് ഗുഡ്വില്ല് കിട്ടും. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദെൻ വരുന്നത് ഈ ചാപ്റ്ററിന് വരുന്നത് റീവാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അതുപോലെ തന്നെ സാക്രിഫൈസിങ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് വരുന്നത്. പഠിക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോയ കഴിയത്തില്ല, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞു പോയതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് സാക്രിഫൈസിങ് റേഷ്യോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 4 ചാപ്റ്ററിൽ നിന്നും റീവാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റനാണ് റീവാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലേ. റിവാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് ഫൈനൽ എക്സാമിന് വീഡിയോ ചെയ്യാം കേട്ടോ. ഫൈനൽ എക്സാമിന് നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് സമയമില്ല, വീഡിയോ ലെങ്ത്ത് കൂടിപ്പോകും, നമ്മൾ ഇത്രയും പറഞ്ഞു തീർക്കാൻ പറ്റിക്കും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് അറിയിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, താങ്ക് യു ഓൾ. ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പം നമുക്ക് ഫൈനൽ എക്സാമിന് കവർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് പറഞ്ഞു തീർക്കുക, ഈ ഒരു വീഡിയോയിൽ നിൽക്കാത്തതുകൊണ്ടാണ് കേട്ടോ പറയാം. ബാക്കി പ്രോബ്ലംസിൻ്റെയും തിയറി പാർട്ടിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ എല്ലാം പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.